എൻ്റെ പേര് അമല. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈവ് വന്നേക്കുന്നത് 1 സെക്കൻഡ്. ആക്ച്വലി ഞാനിപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ, മീൻസ് പോലീസുകാരെന്നെ ഒരു ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഇന്ന് രാത്രിയിലത്തേക്ക്. അപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലായിട്ട് കല്യാണം കഴിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ 2019 ഓഗസ്റ്റിലാണ് അർജുനായിങ്കി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നതും കല്യാണത്തിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 മാസത്തോളം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞ് 2021 ഏപ്രിൽ 8-നാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു 2020 ജൂണിൽ പുള്ളിക്കാരൻ എന്നെ കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു 3-4 മാസം ഒരു വീട്ടിൽ താമസിക്കുകയും അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു 2021 ഏപ്രിൽ 8-ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുള്ളിയുടെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ 1.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പുള്ളി നിർബന്ധിച്ച് എന്നെ അബോർഷൻ ചെയ്യിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 2021 ഏപ്രിൽ 8-ന് കല്യാണം കഴിച്ചു. ഞാൻ കരുതിയിരുന്നത് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണെന്ന്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നാണ്. കാരണം ഞാൻ ഇയാളുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് ഈ പുള്ളിയുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ഇയാളുടെ കയ്യിലുള്ള മുഴുവൻ, ഇയാൾക്ക് ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കുന്നത്, ഇയാളുടെ വണ്ടിയുടെ ലോൺ വരെ ഞാൻ അടച്ചിട്ടുണ്ട്, ഇയാളുടെ ചെവിയിൽ കുത്തുന്ന ഹെഡ്സെറ്റ് വരെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ചെലവിന് തരുന്ന പൈസയ്ക്ക്. ഒരു സഹതാപം തോന്നുന്ന ഫാമിലിയിലൊന്നുമല്ല, വളരെ അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. ബോർഡിങ്ങിലൊക്കെ പഠിച്ച് ഒരു ബുദ്ധിമുട്ട് ഞാൻ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു. എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണം റിലേഷൻഷിപ്പിൽ പുള്ളി ഞങ്ങൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു. പൊളിറ്റിക്കലി പുള്ളിയുടെ പേരെല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പഠിക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ ഇമോഷണലി വീക്കായിരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരനായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നത്. പലതവണ ഈ പുള്ളിക്കാരന് ഞാൻ ക്യാഷ് കൊടുത്തു, ഫിനാൻഷ്യലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഇവൻ കാശിന് വേണ്ടിയിട്ടാണ് നിന്നോട് സ്നേഹം കാണിക്കുന്നത്. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല, ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ സിൻസിയറായിട്ട് തന്നെയാണ് പുള്ളിയോട് നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു 3-ാം മാസം. അതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുന്നും ശാരീരികമായിട്ടും എന്നെ ദേഷ്യം വന്നാൽ നല്ല ഉപദ്രവിക്കുന്ന ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കണമെന്നില്ല. ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്യാൻ കാരണം പുള്ളി ഫേസ്ബുക്കിൽ എന്നെ മോശപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റുകൾ ഇടാറുണ്ട്. ഞാൻ എന്തോ ഭയങ്കര ഭീകര ജീവിയാണെന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വഴി ന്യൂസ് വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇയാളുടെ കേസ് വന്ന സമയത്ത് എന്നെ മാത്രമാണ് എല്ലാവരും ടോർച്ചർ ചെയ്തത്. യൂട്യൂബിലൊക്കെ എന്നെപ്പറ്റി വരുന്ന കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പലതവണ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റാതെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെപ്പറ്റി എല്ലാവരും മോശമായിട്ട് പറയുന്നതുകൊണ്ട്. കസ്റ്റംസിന്റെ അടുത്ത് 2 ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ കൊണ്ടിരുത്തിയ ദിവസം എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പറയാം, അത്രയും അവരെന്നെ മോശമായിട്ട് പറഞ്ഞിട്ട് പോലും ഒരു തവണ പോലും ഞാൻ ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളോട് നല്ല സ്നേഹത്തോടെ നിന്നിട്ടുള്ളൂ. ഇയാൾക്ക് കേസ് വന്നപ്പോഴാണെങ്കിലും ജാമ്യം എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ ഇയാളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല, ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല. എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം പൊളിറ്റിക്കലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കലി എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ആളായിരിക്കണമെന്നില്ല. ഇയാളൊരു ഇടതുപക്ഷ അനുഭാവിയാണെന്നും ഇയാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പലതവണ എന്നോടും സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞത്. അല്ലാതെ പുള്ളിക്കാരൻ പൊളിറ്റിക്കലി വലിയ സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കമന്റ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2-ാം തവണ ഈ പുള്ളിക്കാരന് കേസ് വന്നു. അതിനിടയിലൊക്കെ പലതവണ ഇയാൾ ആദ്യ തവണ ജയിലിൽ കിടന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല ടോർച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഇയാളോട് പരാതി പറയുമ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും എല്ലാവർക്കും മോശം മാനസികാവസ്ഥയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പം 2-ാമത്തെ തവണ ഞങ്ങൾ തമ്മിൽ ഇയാൾക്ക് കേസായി. ഇയാൾ ഓഗസ്റ്റ് 27-നാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു.
അതിനുശേഷം ഇയാളെ ഞാൻ മഞ്ചേരി ജയിലിൽ പോയി ആഴ്ചയിൽ 2 ദിവസം കാണുകയും എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാനാണ്. വക്കീലിനെ വെച്ച് ജാമ്യം എടുത്തത് ഞാനാണ്. എല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തെറിയാ പറയുന്നത്, നീ എന്താ ഒന്നും ചെയ്യാത്ത. അതിലൂടെ ഇയാളുടെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരൻ ഇയാളോട് ജയിലിൽ കിടന്നേ. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ LLB പഠിക്കുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷനും കോടതിയും കണ്ടിട്ടില്ലാണ്. എന്നാൽ പിന്നെ ഈ ക്രിമിനൽസിനെയൊക്കെ പിടിച്ച് ജഡ്ജിയുടെയും വക്കീലന്മാരുടെയും കസേരയിൽ എത്തിയാൽ പോരെ. ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യട്ടെ, പോലീസും കോടതിയും ഒന്നും ഇവിടെ വേണ്ടല്ലോ. അവരല്ലേ ഏറ്റവും കൂടുതൽ കോടതിയും പോലീസ് സ്റ്റേഷനും കണ്ടിട്ടുള്ളവർ. അപ്പൊ അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഞങ്ങള് ഇയാളുടെ കേസ് 2 മാസത്തോളം നീണ്ടു നിന്നു. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പരാതി പോലും പറയാതെ, ഇവരെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഒരു തവണ പോലും വന്നിട്ടില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇയാളോട് പോലും എനിക്ക് മടുത്തു എന്ന് പോലും എനിക്ക് വയ്യെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഒരിക്കൽ രാവിലെ ഞാൻ പോരുന്ന വഴിക്ക് ഇയാളുടെ അനിയന്റെ ബൈക്കിൽ നിന്ന് ഞാൻ ആക്സിഡന്റ് ആയി വീണു. വണ്ടിയിൽ നിന്ന് തെറിച്ചു വീണു. എന്റെ തലയൊക്കെ പോയി ഇടിച്ച് എനിക്ക് എന്റെ ഡ്രസ്സൊക്കെ അഴുക്കായി, കൈയൊക്കെ മുറിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത്, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നാ. എനിക്ക് പറ്റിയൊന്നല്ല, അനിയനും ഓക്കെ അല്ലേ, വണ്ടി ഓക്കെ അല്ലേ എന്നാ. എന്റെ കയ്യിൽ ചോര ഇരുന്നിട്ട് പോലും എന്നോട് ഹോസ്പിറ്റലിൽ പോകുന്നു ഒന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിഞ്ഞെന്ന് പറയും. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടല്ല ലൈവ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ഇടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആക്ച്വലി ഞാൻ എന്നിട്ട് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം, അത് ഒരു ഒക്ടോബർ 28-നാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്, രാത്രിയായി. അപ്പൊ ഇതേ സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സുഹൃത്തിന്റെ ഭാര്യമാരെ, ഇയാളുടെ കൂടെ ജയിലിൽ കിടന്ന 2 സുഹൃത്തിന്റെ ഭാര്യമാരെ പറ്റി ഞാൻ അന്വേഷിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്ക് പോയി കാണുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനായിരുന്നു. അത്യാവശ്യം എല്ലാം ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഞാനായിരുന്നു. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് ജയിലിൽ നിന്ന് ഇറങ്ങി. ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളും എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി. നവംബർ 10-ാം തീയതി വരെ എന്ന് വെച്ചാൽ ഒരു 10, 12, 13 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയിൽ 10-ാം തീയതി രാത്രി ഈ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് പോയി. അപ്പൊ 10-ാം തീയതി രാത്രി എനിക്ക് ഒരിക്കലും ഇതൊന്നും ഒരു പബ്ലിക് സ്പേസിൽ പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇനി ചിലപ്പോൾ ഞാൻ സർവൈവ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരിക്കും. പക്ഷെ അതിന് പൂർണ്ണമായിട്ടുള്ള കാരണക്കാരൻ അർജുൻ ആയങ്കിയാണെന്ന് ഞാൻ പറയില്ല, അർജുൻ ആയങ്കിയുടെ വീട്ടുകാരാണെന്ന് ഞാൻ പറയും. കാരണം എന്റെ ഹസ്ബൻഡിനെ എന്നെ തമ്മിൽ തെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആൾ അർജുൻ ആയങ്കിയുടെ ബ്രദറും അർജുൻ ആയങ്കിയുടെ അമ്മയുമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. ഇപ്പൊ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി 2ാമത് കിട്ടുന്ന താലിയാണ്. ആദ്യത്തെ താലി ഇയാൾ ഊരിയെടുത്തു, അത് വിറ്റെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. ഞാൻ ഒരാളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഇമോഷണലി ഞാൻ വീക്കാണെന്ന് അറിയാമായിരുന്നിട്ടും എന്നോട് റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇയാളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട്. എന്റെ കോളേജിലെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ ക്യാഷുള്ള ആളായതുകൊണ്ടല്ല, എന്റെ കയ്യിലിരിക്കുന്ന പിച്ച കാശ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ അമ്മ എനിക്ക് ഇട്ട് തരുന്ന ചെറിയ പോക്കറ്റ് മണി, എന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സ്വർണം, അതൊക്കെ വിറ്റിട്ടും പണയം വെച്ചിട്ടും ചെലവിന് കിട്ടിയ പൈസയൊക്കെ ഞാൻ ഇയാൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് ആ സമയം ഞാൻ ഇമോഷണലി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകരുത് എന്നുള്ളൊരു ഇമോഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. ഇത് കാണുന്ന കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും നീ ആണ് ഇതൊക്കെ വരുത്തി വെച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായിരിക്കും, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അതിന്റെ കൂടെ ഇയാളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എന്റെ മോന് നല്ല വെളുത്ത് സുന്ദരി പെണ്ണിനെ കിട്ടുമെന്ന് അച്ഛൻ എപ്പോഴും പറയും. എപ്പോഴും എന്നെ അത് പറഞ്ഞ് അവർ ടോർച്ചർ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഗ്ലൂട്ടാത്തയോണിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു കോഴിക്കോട് ഒരു ലിസ ക്ലിനിക്കിൽ. കാരണം ട്രീറ്റ്മെന്റ് എടുത്താൽ വെളുക്കുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, വെളുത്ത് കഴിഞ്ഞാൽ അവരുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ അച്ചുവേട്ടനോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത്രയും കളർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ? അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ 10-ാം തീയതി ആ പ്രശ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ഞാൻ വണ്ടി കയറി ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. രാത്രി ഇയാളുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അത് രാവിലെ ഇയാൾ വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ചേട്ടാ അന്ന് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, അമ്മ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഏട്ടനെ ഒന്നാമത് തോറ്റ് നിൽക്കുക, നീ ഏട്ടനെ തോപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ കൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു സ്ത്രീ സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം താഴാവോ
അതിനേക്കാൾ താഴേക്ക് ഞാൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഇപ്പോഴും എനിക്ക് അയാളോട് സ്നേഹമാണ്. ഇപ്പം അയാൾ എപ്പോഴും പറയുന്നത്, എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിനക്ക് എങ്ങനെയാണ് എന്നോട് സ്നേഹം എന്ന് നീ പറയുന്നത്? എനിക്കറിയില്ല. നമുക്ക് എല്ലാ മനുഷ്യരും അല്ല, ഒരു 50% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അർച്ചനായിക്ക് എന്നെ വിളിക്കുന്നത് അമ്മൂന്ന. കറക്റ്റായിട്ട് ആ പേര് പോലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ ഈ സിനിമയും ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തോന്നി ഇനി ഞാൻ അറിയാതെ എന്റെ ലൈഫ്, കാരണം കറക്റ്റ് നമുക്കൊരു പ്രശ്നം വന്ന് നമ്മൾ മെന്റലി വീക്കായി നമ്മളെ ഇവർ ചതിച്ചു കഴിഞ്ഞ് ആ ഫേസ് പുറത്ത് കാട്ടിക്കഴിഞ്ഞ് ആദ്യം വരുന്നത് ഭ്രാന്താണെന്നായിരിക്കും. ഈ പുള്ളിക്കാരൻ ഈ അഫെയർ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങളുടെ മോന് അതുകൊട്ടെ നിങ്ങളുടെ മോന് എന്തോ ഒരു ബന്ധമുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവരെന്നോട് പറയാം, ഇത് എന്നോടാണോ പറയുന്നത്, ഇനി ഞാൻ എന്റെ അമ്മയോട് പറയണം, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ വീട്ടിലുള്ള ആണുങ്ങളോട് പറയണം, എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്ന സ്പേസിൽ. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മോന് സൗന്ദര്യം കഴിവുള്ളതുകൊണ്ടാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. അത് അവരുടെ ഫാമിലി ഇഷ്യൂസ്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അമ്മാകനിക്ക് സൗന്ദര്യവും കഴിവും ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മകര പെണ്ണിനെ കിട്ടും. അത് ഇന്നലെ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ഇനിയും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയമുള്ളൂ, ഞാനിപ്പോ ലൈവായിട്ട് വരാം. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കള്ളം പറയേണ്ട ആവശ്യമില്ല. ആ പോലീസ് വനിതാ പോലീസുകാരുടെ മുന്നിൽ, കണ്ണൂർ ടൗൺ വനിതാ പോലീസ്, പിൻ പോലീസ് വനിതാ പോലീസുകാരുണ്ട്, അവരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്, എനിക്ക് ഇനിയും ബന്ധങ്ങളുണ്ട്, ഞാൻ ഇനിയും പോകും, എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ, എനിക്ക് റിലേഷൻഷിപ്പ് കിട്ടും, എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് അതിനുള്ള കഴിവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൽ കിടക്കല്ലേ ഫാൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ലേശം നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇയാളുടെ പോസ്റ്റിന്റെ താഴെ കുറെ പെണ്ണുങ്ങള്, കുറെ ആളുകൾ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ലേശം ബോധമില്ലേ? നിങ്ങളൊന്നും ഈ സൊസൈറ്റിയിലല്ലേ ജീവിക്കുന്നത്. ഇതുപോലുള്ള ക്രിമിനൽസിന് എന്തിനു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം? ഇതുകൊണ്ടാണ് ഇവരൊക്കെ വളരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള പെൺകുട്ടികളുടെ ലൈഫ് സ്കൂളിലായി പോകുന്നത്. അപ്പോ അതുപോട്ടെ. അപ്പോ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇയാള് മാറി വരുന്ന. അപ്പോ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അന്ന് അയാളുടെ വീട്ടിൽ പ്രശ്നമായി. എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു, അയാളുടെ ഏട്ടൻ അങ്ങനെ സംസാരിച്ചു. അതോട് തിരിച്ചു വന്നിട്ട് എന്റെ മുടിക്ക് കുത്തിരി പിടിച്ചെന്നെ വലിച്ച് കൊണ്ടുവന്ന് പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, നിനക്ക് ചാവാനാണെ വേറെവിടെയെങ്കിലും പോയി ചത്തുടെ, ഇവരെന്തിനാ ബുദ്ധിമുട്ടിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കോംപ്രമൈസ് ആണെന്ന് പറഞ്ഞ ആ സമയത്ത് എന്റെ അമ്മേനെ കുറെ തെറി പറഞ്ഞു. എന്റെ അമ്മ തിരിച്ചു തെറി പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഒരു പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് അതിനുശേഷം ആ പെൺകുട്ടി ഇതുപോലെ എടുത്തിട്ട് കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞു. എന്റെ വീട്ടിൽ പോലീസ് വന്നു, ഇയാൾ വിലങ്ങ് വെച്ച് എന്റെ വീട്ടിൽ പോലീസ് വന്നു. എന്റെ വീട് മുഴുവൻ അഴിച്ചു പൊറുക്കി ഇയാളെ പോയി. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്തു, പാവം മനുഷ്യൻ ഹൈദരാബാദിലേക്ക് എന്തോ വർക്ക് ചെയ്യുവാണ്. അതിന് വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും എന്റെ വീട്ടിൽ ആരും ഇയാളെ മോശപ്പെടുത്തി ഒരു വാക്കോ ഇയാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ അന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു പരാതി ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ അന്ന് എന്റെ അമ്മേനെ തെറി പറഞ്ഞു, പോ മോളെ, അങ്ങനെ തന്നെ വിളിച്ചു, പോ. അത് കഴിഞ്ഞിട്ടുള്ള വാക്ക്, മോളെ നിന്റെ മോക്ക് പ്രാന്താടി, നീ നിന്റെ മോളെയും കൊണ്ട് പോയി ചാവടി, അങ്ങനെയൊക്കെ എന്റെ അമ്മേനെ പറഞ്ഞു. അപ്പോ അങ്ങനെ എന്തെല്ലോ അമ്മേനെ പറഞ്ഞു. അമ്മ ഭയങ്കര വീക്കായി. അമ്മ അങ്ങോട്ടും തെറി പറഞ്ഞു. അമ്മ തെറി പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വിഷയം. അത് ഇയാള് പറഞ്ഞിട്ടായിരിക്കും, അല്ലാതെ എന്റെ അമ്മ ആദ്യം തന്നെ അങ്ങോട്ട് തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അവരുടെ മകളാണ് അനുഭവിക്കുന്നത്. അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്തേ പറ്റൂ. കാരണം അവര് എന്റെ അമ്മ 2 മാസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ അയക്കും. ബദാം, പിസ്ത, വേണ്ട അത് വേണ്ട ഇത് വേണ്ട, ഓരോരുത്തരോടും ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കും. പുള്ളിക്കാരനൊരു അനിയനുണ്ട്. ഇന്നലെ ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ ചെക്കൻ. വേദന കൊണ്ട് ഒരാൾ സംസാരിക്കുന്നു, ഉറക്കെ സംസാരിക്കാതെ മിണ്ടാതിരുന്നു. ആ ചെക്കനെ വയലന്റ് ആകും. ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ ആ വീട്ടിൽ നിന്ന സമയത്ത് സ്വന്തം അനിയനെ പോലെ അവന്റെ ഭക്ഷണ കാര്യവും അവന്റെ എല്ലാ കാര്യവും, ഞാൻ കോളേജിൽ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ആവശ്യത്തിന് പൈസ ചോദിക്കുമ്പോൾ ഞാൻ അക്കൗണ്ടിലേക്ക് കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ചെക്കൻ പോലും ഇത്രയും വലിയ ക്രിമിനൽസിനെ പോലെ സംസാരിക്കുന്നവരായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോട്ടെ, ആ ചെക്കൻ എന്നോട് ദേഷ്യപ്പെടാം. എന്നെ 21 വയസ്സ് 20 വയസ്സെന്തോ ഉള്ള ആ ചെക്കൻ എന്നോട് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. അപ്പം അതുപോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോ കാരണം വീട്ടുകാരെല്ലാരും അങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ അവനും അങ്ങനെ ബിഹേവ് ചെയ്തേ പറ്റും, അതൊന്നും തെറ്റല്ല. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ആ ഗുളിക ഞാൻ എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയ ദിവസം ആ ഡോക്ടർ ഒന്നും ഗുളിക ഒരു 40 ഗുളിക നോക്കിയപ്പോൾ 10 കഴിച്ചാൽ മരിക്കും. അപ്പൊ ഞാൻ 40 ഒന്നിച്ചെന്ന് കഴിച്ചിട്ട് എനിക്ക് ഉറപ്പായിരുന്നു മരിക്കുമെന്ന്. അപ്പൊ എന്റെ ഫ്രണ്ട് സിബിനെ ഞാൻ വിളിച്ചു പറഞ്ഞില്ല. കുറച്ച് ഞാൻ അവരോട് സംസാരിച്ചു വെച്ചു. ഇവരൊക്കെ ടെൻഷനായിട്ട് എന്നിട്ട് ഇവര് പെട്ടെന്ന് തന്നെ എന്റെ ടാബ്ലറ്റ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞു. ടാബ്ലറ്റ്സ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുന്നു. അപ്പൊ ഇവരെടുത്ത് ചെക്ക് ചെയ്തപ്പോ അതിൽ
ടാബ്ലറ്റ്സ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് തീർന്നേക്കുന്നു. ഒരു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇയാളെ വിളിച്ചിട്ട് ഇയാൾ ഫോൺ എടുത്തില്ല. ആ സമയത്ത് തൊടുപുഴ പോലീസുകാർ വന്നിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞതാ, ഞങ്ങൾ ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഹിന്ദു മാരേജ് ആക്കി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ഇയാളുടെ കേസിലും കൂട്ടത്തിലും എല്ലാം എന്നെ പിടിച്ച് പോലീസ് കൊണ്ടുപോയി അവരിലേക്ക് ടോർച്ചർ ചെയ്തു. എന്റെ വീട്ടിലും പോലീസ് കയറി. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അനുഭവിച്ച് ഇയാളുടെ കൂടെ നിന്ന് ഒരു തവണ പോലും തള്ളി പറയാത്ത എന്നെ ഇയാള് പറയാം ലിവിങ് ടുഗദർ. ഞാൻ എന്നിട്ട് ആ പോലീസുകാരൻ എനിക്ക് തോന്നുന്നു, നീ അല്ലാതെ ആരെങ്കിലും ഇതിനൊക്കെ നിൽക്കുമോ മോളെ. അതിനുശേഷം ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ അയാള് വന്നില്ല കൂട്ടാൻ. അങ്ങനെ എന്റെ നാട്ടിലുള്ള പാർട്ടിക്കാര് കോളേജിലെ ഞങ്ങളുടെ ലസർ ലോ കോളേജിലെ ചെയർമാനും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്കാരും ഒക്കെ വന്നിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഒരു ദിവസം എങ്ങോട്ടെന്ന് അറിയാതെ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എന്റെ ഫ്രണ്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി സേഫ് ആക്കാന്ന് കരുതി പോകുന്ന സമയത്ത് ഈ അർജുന എനിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമല വീട്ടിലേക്ക് നീ ഒന്ന് വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഞാൻ അന്നൊരു ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇയാളുടെ അടുത്ത് പോയി. ഇയാൾ പറഞ്ഞെടുത്ത് പോയി. അപ്പൊ ഇയാൾ എന്നോട് സംസാരിച്ചു. എന്നോട് ഭയങ്കര സ്നേഹത്തിൽ എന്നോട് പറഞ്ഞു, നമുക്ക് ആദ്യം കണ്ണൂരേക്ക് പോവാം, എന്നിട്ട് പ്രണവിന്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കി എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രണവിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. പ്രണവിന്റെ വീട്ടിൽ ഒരു 1-2 ദിവസമൊക്കെ നിർത്തി. ഞാൻ ആ സമയത്ത് ഭയങ്കര ഭക്തിമാർക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അയാളുടെ വീട്ടിൽ 2-3 ദിവസം നിന്നു. ഗുളികനൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. കാരണം ഗുളികനൊക്കെ എല്ലാം നഷ്ടത്തിരുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഗുളികനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഇയാളുടെ അമ്മ എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത അവസാനം എന്റെ ഗുളികനറിയാം എന്റെ സത്യസന്ധത ഇവരുടെ അമ്മ പറയും. ഞാൻ പറയും ഗുളികനൊക്കെ ശരിക്കും ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് ചാട്ടവാറിനടിക്കും ആ സ്ത്രീ. അതാണ് വിളിക്കട്ടെ. അപ്പൊ സോറി, ലൈവിൽ എന്തോ പ്രശ്നം വന്നിട്ട് പോയതാണ് അത്. ആക്ച്വലി ഞാനിപ്പോൾ വന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അർജുനായിരിക്കും സുഹൃത്തുക്കൾക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും. ഞാനിപ്പോൾ വളപട്ടണം സ്റ്റേഷനിലാണ് ഉള്ളത്. എന്നെ ഇവിടുന്ന് വിളിപ്പിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ മാതൃഭൂമിയിൽ ന്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ പേടിയൊന്നുമില്ല എങ്കിലും ടെൻഷൻ അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു. ശരിക്കും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുള്ളിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പുള്ളി ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കെടുത്ത് അയച്ചു തന്നു. ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം എന്താ പറയുക, ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു കാര്യം ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം മാക്സിമം ഞാൻ ടോക്സിക് ആണെന്നും ഞാൻ അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ഇടുന്നുണ്ട്, മറ്റുള്ളവരോട് പറയുന്നത്. ഇതെല്ലാം പോലെ 2 തവണ ഞാൻ അബോർഷൻ ചെയ്തു കളഞ്ഞത് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നാണ് ഇയാൾ എല്ലാവരോടും പറയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇയാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഇയാളുടെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞതാണ്. ഇങ്ങനെയാണ് അർജുൻ പറയുന്നത്. എനിക്ക് ഭ്രാന്താണ് എങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഞാൻ വയറ്റിൽ വെച്ച് കൊന്നുകളയാനുള്ള ധൈര്യം കാണിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായി പോയാലും അത് അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ വളപട്ടണ സ്റ്റേഷനിൽ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് മുന്നോട്ട് സർവൈവ് ചെയ്യണം. എൻ്റെ അമ്മയും വീട്ടുകാരെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങി വന്ന ആളാണ് ഞാൻ. ഒരു നല്ല ആളുടെ കൂടെയാണ് ഇറങ്ങി വന്നെങ്കിൽ പ്രശ്നമില്ല. വീണ്ടും ഒരു പോലീസ് കേസ്, എൻ്റെ വീട്ടിൽ പോലീസ് കയറി, എൻ്റെ അമ്മയുടെ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയും കുറേ ഫേസ് ചെയ്തു. പോലീസുകാർ ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അവരുടെ പണിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായി. എന്നിട്ട് പോലും എൻ്റെ അമ്മ ഇപ്പോഴല്ല ആ സമയത്തൊന്നും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കാരണം ഇത്രയും അനുഭവിച്ച് എൻ്റെ സ്റ്റഡിയും ഡ്രോപ്പായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കോമ്പൻസേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ. അപ്പം ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഇപ്പം എനിക്ക് ചിലവിനുള്ള പൈസ 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇടാമെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം എനിക്ക് പോകാൻ പോലും എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എനിക്ക് എൻ്റെ അമ്മയുടെ നിന്ന് വാങ്ങാൻ എൻ്റെ അമ്മ ചോദിച്ചാൽ തരും. പക്ഷേ ഇത്രയും ഞാൻ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനിയും ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഈ പുള്ളിക്കാരനോട് വളപട്ടണം ഇപ്പോൾ SI വിളിച്ച് സംസാരിച്ചപ്പോൾ 1000 രൂപ തരാം പോകാനുള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കിയും തരാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. തന്നല്ലേ പറ്റൂ. കാരണം നമ്മളെല്ലാം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറേ അനുഭവിച്ച് കസ്റ്റംസ് എൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് പോലും ഞാൻ ആരെയും ടോർച്ചർ ചെയ്യാനോ ആരെയും ഉപദ്രവിക്കാനോ ആർക്കെതിരെ തെളിവ് കൊടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കഴിവില്ലാഞ്ഞിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ ആയിരുന്നില്ല, ഭർത്താവ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടുകൂടി ആയിരിക്കാം. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ കൂടെ ഇന്നലെ അയാൾ ഇൻസ്റ്റയിലിട്ട പോസ്റ്റും കൂടെ ഞാൻ ഷെയർ ചെയ്യാം.
പ്രണയം മറക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചു. ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പറ്റിച്ച് ഞാൻ ഇയാളോട്ട് റിലേഷനുള്ള സമയത്ത് എൻ്റെ സ്വർണം വിറ്റ് വരെ ഞാൻ ഇയാളുടെ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഹെഡ്സെറ്റ് വാങ്ങാൻ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തത്. എന്നെ കാണാൻ എറണാകുളത്ത് വന്നിട്ട് പോകുമ്പോൾ 2000 നോട്ട് എണ്ണി നോക്കാതെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ അർജുനായകി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്. എൻ്റെ അടുത്ത് പലതവണ, ഒരു തവണ ഇവരുടെ മാമൻ്റെ തലയിൽ ബക്കറ്റ് വീടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 20,000 രൂപ സ്പോട്ടിൽ ഇട്ട് കൊടുത്തു ഞാൻ. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും മാക്സിമം എത്ര രൂപ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പൈസയുള്ള ആളായിട്ടൊന്നും അല്ല. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്ക് ചിലവിന് തരുന്ന പൈസ മുഴുവൻ ഞാൻ ഇവന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അല്ലാതെ ഇവൻ പഴയ കാമുകി ഇപ്പോഴും പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇവൻ്റെ കൂടെ 3 വർഷം ജീവിച്ചത്. 3 വർഷം ഇവൻ്റെ ടോക്സിക് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, ഫിസിക്കൽ ഹരാസ്മെന്റ്, മെന്റൽ ഹരാസ്മെന്റ്, ഇമോഷണലി എന്നെ തളർത്തിക്കളയുക, എൻ്റെ വിദ്യാഭ്യാസം പോലും നിർത്തിവെക്കുക, അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്തിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് ഇവരും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട്, സുഹൃത്തിൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട്, അത് എടുത്തു പറയണമല്ലോ. അപ്പം അങ്ങനെ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. അത്രയും ചെയ്തിട്ടും ഇന്നലെ രാത്രി വരെ എനിക്ക് എൻ്റെ അജുവേട്ടനെ വേണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഒരു തവണ പോലും ഇയാൾക്കെതിരെ എവിടെയും ഞാൻ പരാതി കൊടുത്തില്ല. ഇപ്പോൾ പോലും ഞാൻ അയാളോട് പറഞ്ഞത് പരാതി കൊടുക്കാൻ വന്നതല്ല, ഞാൻ പരാതി കൊടുക്കാൻ വന്നതല്ല സാർ. എനിക്ക് എൻ്റെ ചിലവിനൊന്നും എനിക്ക് പൈസയില്ല, എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതിന് സാർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ പുള്ളിക്കാരൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങൾക്ക്, ഞാൻ ആ ഫോട്ടോയും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3 വർഷം അവൻ എൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ എല്ലാ സെക്ഷൽ വൈകൃതങ്ങളും അവൻ എൻ്റെ അടുത്ത് തീർത്ത് എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത് എൻ്റെ കല്യാണ ഫോട്ടോയും എൻ്റെ ഇപ്പോഴത്തെ ഈ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ദുരിതം ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവൻ്റെ അമ്മയിൽ നിന്നും ഏട്ടനിൽ നിന്നും ആ അനിയനൊക്കെ പാവമാണെന്ന് ഞാൻ കരുതിയിരുന്നു. ആ ചെക്കൻ്റെ വായി നോക്കി ഇന്നലെ വന്ന വർത്താനം കേട്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. അങ്ങനെ എല്ലാവരിൽ നിന്നും ടോക്സിക് അനുഭവിച്ചിട്ടും അവൻ ഇപ്പോഴും ആ പെൺകുട്ടിയായിട്ട് അവൻ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുമ്പോഴും അവൻ്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. അവൻ എന്തായിട്ടാണ് എന്നെ കണ്ടിരുന്നതെന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ആ ഫോട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ അർജുനായെങ്കിൽ പാവമാണ്, ഞങ്ങളുടെ സഖാവാണ് എന്ന് പറയുന്നവർക്ക് മനസ്സിലാവും എന്താണെന്ന്. ഇതിന് പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനൊരു സൂയിസൈഡ് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഇയാൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. ഇയാളുടെ കുടുംബവും ഇയാളുടെ സുഹൃത്തുക്കളുടെ പേര് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലൈവിൽപ്പെട്ടവരും ഇയാളുടെ ഫാമിലി ആയിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഞാനെങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. കാരണം അത്രയും ഭീഷണി വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ.